ഹലോ ഗായ്സ്, ഗുഡ് മോർണിംഗ്. ഇപ്പോൾ സമയം 6:30 ഇന്നലെ സൺഡേ ഇറങ്ങിയിട്ടില്ല, ഫാമിലിയുടെ കൂടെയായിരുന്നു. ഒരു ചെറിയൊരു ട്രിപ്പൊക്കെ പോയി വന്നു. അപ്പോൾ അത് ഇപ്പോൾ ഇറങ്ങിയിട്ടുള്ളൂ. ഇതിലടിക്കാൻ നോക്കാമല്ലോ, ഓണാക്കി ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഓട്സ് കഴിച്ചാണ് ഇറങ്ങിയത് രാവിലെ തന്നെ. അപ്പോൾ തൽക്കാലം എന്തെങ്കിലുമൊക്കെ ഒന്ന് കഴിക്കുക കുടിക്കുക വേണം. എവിടെ ഇപ്പം സൈഡാക്കാന്ന് ആലോചിച്ച് നിൽക്കുക. സാധാരണ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ നമുക്ക് ട്രിപ്പ് അടിക്കാറുണ്ട് ഭക്ഷണം കഴിക്കുമ്പോൾ തന്നെ. ഇന്ന് അതൊന്നും ഉണ്ടായിട്ടില്ല, അതുകൊണ്ട് നേരെ എടുത്തിങ്ങനെ പോകാറാണല്ലോ. ഇന്ന് അതില്ലാത്തത് കൊണ്ട് ഒരു ചെറിയ ഡൗട്ട്, എവിടെ പോയി ഇങ്ങനെ നിൽക്കണം. എളി മോർണിംഗ് അല്ലേ, സ്റ്റേഡിയം പോയി കടന്നിട്ടുണ്ടെങ്കിൽ കാര്യമുണ്ടോ നേരത്തെ എന്നുള്ള ഒരു ചിന്ത. ഇപ്പം രാവിലെ നമുക്ക് റെയിൽവേ സ്റ്റേഷനാണ് നല്ലത്, അല്ലെങ്കിൽ MG റോഡ് ആ ഭാഗമാണ് നല്ലതെന്ന് പറഞ്ഞേക്കാം. എന്തായാലും നമുക്ക് നമ്മൾ സ്റ്റേഡിയത്തിലോട്ട് പോകാം. വെള്ളം കഴിച്ചങ്ങനെ ചായ കിട്ടും, കരി കിട്ടും, ഒക്കെ കിട്ടും. അതൊക്കെ കുടിച്ചോടെ ഇരിക്കാം. അപ്പം എന്നാൽ ഓക്കെ ഗായ്സ്, ഞാൻ സ്റ്റേഡിയം ലിങ്ക് റോഡിലേക്കാണ് കയറുന്നത്. ഇനി അവിടെ എത്തിയിട്ട് നോക്കാം നമുക്ക് ഏതിലടിക്കുക ഇല്ല എന്നുള്ളത്. വണ്ടി സർവീസ് ചെയ്യാനുണ്ട്, CNG ചെയ്യാനുണ്ട്. ഇന്ന് CNG അത്യാവശ്യം ഓർഡർ ഉള്ളുണ്ട്. എന്തായാലും അതും കൂടി ഒന്ന് ഫില്ല് ചെയ്യണം. ടൈമിൽ പോയിട്ട് അത് ഫില്ല് ചെയ്യണം. ഇപ്പം എന്തായാലും തുറന്നിട്ടുണ്ടാവില്ല നമ്മളെ ചക്കരപ്പറമ്പുള്ളത്. 7:30 അവിടുത്തെ കണക്കുന്നുണ്ട്. പിന്നെ ഈ നേരത്തെ വീട് കാര്യമല്ലോ, നേരെ 6:30 ആയിട്ടുള്ളൂ. ഇവിടെ പിന്നെ ഇന്ന് കുറച്ച് ഫാമിലി ആയിട്ട് പ്രായമുള്ളവരും എല്ലാവരും ഓടാനും നടക്കാനും ഇറങ്ങിയിട്ടുണ്ടാവും. അതൊരു നല്ലൊരു സെറ്റാണ്. ജിമ്മനെ ഓടുന്നുണ്ട് കേട്ടോ, അത്യാവശ്യം നല്ല മസിൽസും കാര്യങ്ങളൊക്കെ. ജിമ്മിന് പോകണല്ലോ ഗായ്സ്, വേറെ ആയി നിർത്തിയിട്ട്. ഇതിൽ തന്നെ ഇരുന്നിട്ട് ഇപ്പോൾ എന്താ പറയുക, നല്ല ട്രിപ്പ് പോയിട്ട് കുറച്ച് നടക്കാണ്ടായിരുന്നു. കാലും കൈയും വേദനിച്ചിട്ടും പിന്നെ കിതപ്പും ചെറിയൊരു കയറ്റൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കയറിപ്പോടുന്ന ആകെ ക്ഷീണമായി. കാലിൻ്റെ വേദന എപ്പോഴും ഉണ്ട്, മുട്ടും കാലും തുടയും ഭയങ്കര വേദന, ഭയങ്കര പെയിൻ. അപ്പോൾ അധികമൊന്നും വൈകാതെ നമ്മളെ ജിമ്മും സ്റ്റാർട്ട് ചെയ്യൂട്ടോ. അധികം വൈകൂല, എന്നും എല്ലാ പ്രാവശ്യം പോകണം എന്ന് വിചാരിച്ച് ഇരുന്നിട്ടേ ഓരോ ചിലവ് വരും ഓരോ സമയത്ത്. അപ്പം അതിനായിട്ട് വിടും. ആരും ചിലവ് വന്നാലും കാര്യമില്ല, ഒന്നും വന്നാലും കാര്യമില്ല. പോകാൻ ഞാൻ ഈ പ്രാവശ്യം കയറിപ്പോയാൽ ഈ ഒരു വീക്ക് പോകാതിരിക്കുള്ളൂ. അടുത്ത വീക്കോട്ട് എന്തായാലും സ്റ്റാർട്ട് ചെയ്യും. അപ്പം എന്നാ ഗായ്സ്, സൗണ്ട് സൈഡാക്കാൻ പോവാ. നല്ല സൈഡാക്കിയിട്ട് കാണാം. ഞാനൊരു ട്രിപ്പ് നമ്മളെ ക്യാമറ ഓഫ് ആക്കണം, നമ്മൾ ട്രിപ്പ് അടിക്കുകയാണെന്ന് വെച്ചാൽ അതൊരു വീഡിയോയിൽ കൊള്ളല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ നിൽക്കുന്നത്. അടിക്കുന്നതെന്ന് തോന്നില്ല, ഓഫായി കഴിഞ്ഞാൽ ചിലപ്പോൾ അപ്പടിക്കും. എന്ത് ചെയ്യാനാണ് വിധി. പിന്നെ നമ്മൾ സ്ഥിരമായിട്ട് വന്ന് രാവിലെ കട്ടനും ഒരു കട്ടിയടിക്കുന്ന, ചെറുതായിട്ട് ഓട്സ് കഴിച്ചുകൊണ്ട് ഒന്നും ആവശ്യമില്ല, ഒരു കട്ടൻ അടിക്കാം. കട്ടൻ നൈസായിരിക്കും. രാവിലെ തന്നെ മുന്നെക്കാട്ടി മുന്നേ ഇവിടെ ആരും എത്തിക്കണല്ലോ. 1 2 3 എടാ വീട്ടിൽ പോയടാ കാര്യമായി. രാവിലെ ഞാനില്ലടാ ഇറങ്ങാറ്, എത്ര നേരത്തെയൊക്കെ ഇവിടെ വന്നിരിക്കാറ്. നിങ്ങൾ ഇപ്പം തന്നെ വന്ന് സ്ഥലം പിടിച്ചോ. അപ്പന്മാരെന്താ കാട്ടുക ഗൈസ്. മറ്റേ ഞാൻ 6 മണി സാധാരണ ഇപ്പം 1/2 മണിക്കൂർ ലേറ്റ് ആയില്ല, അതെൻ്റെ ആയിരിക്കും. കാരണം 6 മണിയാകുമ്പോൾ ഒരു മക്കളിവിടെ ഉണ്ടാവില്ല, കുറച്ച് വേണ്ടി കയറ്റില്ല. ഇപ്പോൾ അതിന് തല്ല് വേണ്ട. അപ്പോൾ ഓക്കെ ഹൈസ്, ശരി എന്നാ. ഹായ് ഗായ്സ്, അപ്പോൾ നമുക്ക് ഫസ്റ്റത്തെ ട്രിപ്പ് അടിച്ചിട്ടുണ്ട്. ഞങ്ങൾ എങ്ങോട്ടാണെന്ന് നോക്കിയില്ല. ഇന്നലത്തെ വീഡിയോ ഉണ്ടല്ലോ, ഞങ്ങൾ ഫാമിലി ആയിട്ട് ട്രിപ്പ് പോയി എന്ന് പറഞ്ഞില്ലേ, ആ വീഡിയോയ്ക്ക് വോയിസ് കൊടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് ട്രിപ്പ് അടിച്ചത്. അപ്പോൾ എങ്ങോട്ടാണെന്ന് ഞാൻ നോക്കിയില്ല, കിട്ടിയ അവിടെ നിന്ന് അക്സെപ്റ്റ് ചെയ്തു. അപ്പോൾ കസ്റ്റമർ എടുക്കാൻ പോകട്ടെ. നമ്മൾ കസ്റ്റമർ എടുത്ത് വന്നിട്ട് നോക്കാം നമ്മൾ എവിടെ നിന്നാണ് എന്താണെന്നൊന്നും അറിയില്ല. ഒന്നും ഞാൻ നോക്കിയിട്ടില്ല.
the next right onto Kent Golden Palm Road, then turn left. ഇതിന് മുന്നേ ഞാൻ ഇവിടെ വന്നിട്ടുണ്ട്. ഇവിടെ നമ്മൾ Turn left, then you will arrive at your destination. സിനിമാ നടി ലക്ഷ്മി മേനോന്റെ ഇവിടെ ഒരു ഫ്ലാറ്റ് ഉണ്ട്. അവരെ ഞാൻ ഒരു വട്ടം ഇവിടെ നിന്ന് പിക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ നോക്കെ കസ്റ്റമർ വന്നിട്ട് ഇനി ഇവിടെ എന്താന്നൊക്കെ നോക്കിയിട്ട് കാണാം. ഓക്കെ ബൈ. അപ്പൊ ഗായ്സ്, കുട്ടിക്ക് മലയാളം അറിയില്ല ഗായ്സ്, എന്താ ചെയ്യാ, പെട്ടില്ലേ. ഒന്നും പറയാല്ലേ. അതും ലൊക്കേഷൻ നമ്മൾ പിക്ക് ചെയ്യുമ്പോൾ ലൊക്കേഷനും ചെറിയൊരു മാറ്റണ്ടായിരുന്നു. അവസാനം അഡ്ജസ്റ്റ്മെന്റ് ചെയ്ത് അതിനങ്ങനെ പിക്ക് ചെയ്ത്. പിന്നെ പ്രധാനപ്പെട്ട കാര്യമല്ല, എന്താണ് നമ്മളെ ഗൂഗിൾ മാപ്പ് നമ്മളെ ചതിക്കിട്ടാ. ഗൂഗിൾ മാപ്പ് ഞാനിപ്പോൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നേരെ മൂക്കുപിടിക്കൂലേ, അതിന് പകരം നമ്മളെ കൊണ്ട് വളഞ്ഞ് മൂക്കുപിടിപ്പിക്കാനുള്ള ഒരു ചെറിയ പരിപാടി ഉണ്ടല്ലോ, അത് ഇടയ്ക്ക് ഗൂഗിൾ മാപ്പ് ചെയ്യുന്നുണ്ട്. അപ്പം അത് നമ്മൾ മാപ്പ് ഇട്ട് പോകുന്നവർ എല്ലാവരും ശ്രദ്ധിക്കുക, പ്രത്യേകിച്ച് നമ്മുടെ ഡ്രൈവേഴ്സ്. ചില പ്രത്യേക സാഹചര്യങ്ങൾ ഇവരെ കൊണ്ട് നല്ല ഗുണമുണ്ട്. ട്രാഫിക് ഒക്കെ ഉണ്ടാകുമ്പോൾ അവർ നല്ല റൂട്ടും കാര്യം കാണിച്ചിട്ട് നമ്മളെ സെറ്റാക്കി തരും ചെയ്യും. എന്നാൽ ഇതേമാതിരി ട്രാഫിക് കാര്യമൊന്നുമില്ല, റോഡ് കാലിയായി കിടക്കുമ്പോൾ ഒരു വളഞ്ഞ് നമ്മളെ കൊണ്ട് മൂപ്പിടിക്കാൻ നോക്കുന്ന പരിപാടിയുണ്ട്, തെണ്ടികൾ. അപ്പോൾ എന്താ ചെയ്യുക, അതെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. അങ്ങനെ ഫസ്റ്റ് ട്രിപ്പ് നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് നമ്മൾ കുറച്ചൊന്ന് ഫ്രണ്ടിലേക്ക് ഒരു ടൗൺ ഉണ്ടല്ലോ, അങ്ങോട്ട് മാറ്റിയിടാന്ന് വെച്ചു. ഇതിൻ്റെ ഉള്ളിൽ ഒരുപാട് ഇതുണ്ട് കേട്ടോ, ഫ്ലാറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ ബാക്കി ആപ്പുകൾ ഓൺ ആക്കിയിട്ടില്ല. ഞാൻ ഈ കാര്യം, ഈ ഗൂഗിൾ മാപ്പിൻ്റെ കാര്യം പ്രത്യേകം പറയാനാണ് ഞാൻ വന്നത്. നമ്മളെ രണ്ട് ഇതുള്ള ബസ് ഇടയ്ക്കിടയ്ക്ക് കാണലുണ്ട്, പക്ഷെ നമ്മൾ ഇങ്ങനെ ഷൂട്ട് ചെയ്യുമ്പോൾ ഈ പണ്ടാടത്തിനെ നമ്മൾ കാണില്ല. ഇപ്പം എന്തായാലും പടി തോപ്പുംപടിയൊക്കെയാണ് പ്രായം പോകണത് അല്ലേ. തോപ്പുംപടി അങ്കമാലി വൈപ്പി. ഓക്കെ, സെറ്റ്. ഇതിലൊരു ദിവസം കയറണം എങ്ങനെയെങ്കിലും. എന്നെങ്കിലും ഒരു ദിവസം ചുമ്മാ ഇവിടുന്ന് കയറിയാണ്ട് അപ്പുറത്തെ സ്റ്റോപ്പ് പോയി ഇറങ്ങിയാണ്ട് അവിടെ നടന്നു വരാം. അങ്ങനെ എന്തെങ്കിലും ചെയ്യണം. ഇന്നിപ്പോൾ എന്തായാലും വലിയ മൂടില്ല. അതിൻ്റെ ഒരു വൈബ് മൂട് ഇറങ്ങുമ്പോൾ നമുക്ക് ചെയ്യാം. അപ്പം നോക്കി കാര്യം ശരി. ട്രാഫിക് കുറവുണ്ട്, ഞാൻ അവിടെ കൂടി സൈഡായിക്കട്ടെ, ബാക്കി ആപ്പുകൾ അവിടെ ആയിക്കട്ടെ. ഓക്കെ, നമ്മൾ CNG ഫില്ല് ചെയ്യാൻ വന്നാണ്. അപ്പോഴാണ് ഓർത്ത് പെട്ടെന്ന് ഇവിടെ CNG ഉണ്ട് എന്നുള്ള കാര്യം. അപ്പം നേരെ അങ്ങോട്ട് വെച്ച് പിടിച്ച് ഇനിയിപ്പോൾ ഇത് ഫില്ല് ചെയ്തിട്ട് ഇവിടുന്ന് പോകുന്നുള്ളൂ. അത് പോകാൻ പറ്റില്ലല്ലോ. അത്യാവശ്യം നല്ല CNG സ്റ്റേഷൻ തന്നെയാണ്. എനിക്കിതുവരെ അങ്ങനെ മോശം അഭിപ്രായം ഉണ്ടായിട്ടില്ല ഇവിടെ നിന്ന്. ഹായ് ഗായ്സ്, അപ്പോൾ നമ്മൾ CNG ഫില്ല് ചെയ്ത് എയർ ഒന്ന് ചെക്ക് ചെയ്യുമായിരുന്നു. അപ്പം തന്നെ നമുക്ക് ട്രിപ്പ് അടിച്ചു. ഒരു 30 മീറ്ററിനുള്ളിൽ പമ്പിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ കസ്റ്റമറുടെ ആയിരുന്നു. അവരവരെ മകളുമായിരുന്നു. അവരെ ഡ്രോപ്പ് ചെയ്തു. ഇപ്പോൾ തിരിച്ച് നമ്മൾ മെയിൻ റൂട്ടിലേക്ക് കയറുകയാണ്. അതായത് വൈറ്റില ഭാഗമാണ്. കറക്റ്റ് പേര് എന്താണെന്ന് എനിക്ക് അറിയില്ല കേട്ടോ. ഇപ്പോൾ പറഞ്ഞുതരാം. മരട് യെസ്, അവിടെയാണ് നിൽക്കുന്നത്. ഇനിയിപ്പോൾ ബാക്കി ആപ്പുകളൊന്നും ഓൺ ആക്കിയിട്ടില്ല. നേരത്തെ പറഞ്ഞ മാതിരി ഞാൻ അവരെ ഡ്രോപ്പ് ചെയ്തിട്ട് ടൗണിലേക്ക് കണ്ട് കയറ്റിയിടാൻ വിചാരിച്ചു. ഒരു ഉള്ളേരിയായിരുന്നു. അപ്പം എന്നാൽ ബാക്കി ആപ്പുകളൊക്കെ ഒന്ന് ഓൺ ആക്കിക്കോട്ടെ ഗായ്സ്. ശരി, ഹായ് ഗായ്സ്. അപ്പോൾ മൂന്നാമത്തെ ട്രിപ്പും കിട്ടി. എവിടെ നിന്നാണ്? നെട്ടൂരിൽ തന്നെ. ഏകദേശം നെട്ടൂർ കുറച്ച് ഉള്ളേരിയ നിന്നാണ്. 4 കിലോമീറ്റർ ഉള്ളിൽ നിന്നാണ് ട്രിപ്പ് എടുക്കാൻ ആളെ കസ്റ്റമർ എടുക്കാൻ ഞാൻ പോകുന്നത്. അപ്പോൾ തോന്നുന്നു. അപ്പോൾ മറീന ഹോസ്പിറ്റലിലേക്ക് ആയിരുന്നു ട്രിപ്പ്. അപ്പോൾ ഞാനെന്നാൽ അവരെ എടുത്ത് വെച്ചും വരാം. ഇവിടെ നിന്ന് ഒരു ലെഫ്റ്റ് റൈറ്റ് എന്തോ പറഞ്ഞല്ലോ, ഇങ്ങോട്ടായിരുന്നു. ലെഫ്റ്റ്. ഓക്കെ 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 ഗായ്സ്. അപ്പം എന്നാൽ ഓക്കെ, ഞാൻ അവരെ പിക്ക് ചെയ്തോട്ടെ. ഹായ് ഗായ്സ്. അപ്പോൾ അങ്ങനെ അത് കംപ്ലീറ്റ് ചെയ്തു. ലിസി ഹോസ്പിറ്റലിലേക്ക് ആയിരുന്നു. ഒരു പ്രഗ്നൻസി കേസ് ആയിരുന്നു. അതേ അടുത്ത് പഠിച്ചു. ഓക്കെ ശരി. ഹായ് ഗായ്സ്. അപ്പോൾ ആ ട്രിപ്പ് ഇങ്ങോട്ടായിരുന്നു. ഇങ്ങോട്ട് നമ്മുടെ Take the next right onto Judges Avenue, then turn left onto Sebastian Road. അവരെ ഡ്രോപ്പ് ചെയ്തു. ഒന്നും കഴിച്ചില്ല, നല്ല വിശക്കുന്നുണ്ട്. അതുപോലെ എന്തെങ്കിലുമൊക്കെ കഴിച്ചിട്ട് വരാമെന്ന്
ഇരിക്കുന്നു. സ്റ്റേഡിയം ലിങ്ക് റോഡിൽ നമ്മളെ സ്ഥിരം കട ഉണ്ടല്ലോ, ഐസാണ്. ഇന്ന് വരെ അവിടെ നിന്ന് കഴിച്ചിട്ട് എനിക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല. വലിയ ദൂരമില്ല, ഇവിടുന്ന് 1.5 കിലോമീറ്ററേ ഉള്ളൂ. അപ്പം ഇതിനായിട്ട് വേറെ എന്തെങ്കിലും തിരഞ്ഞിറക്കണ്ടല്ലോ, അവിടെ തന്നെ പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആപ്പൊക്കെ ഒന്ന് ഓഫാക്കി നേരെ അങ്ങോട്ട് വിട്ടു. പിന്നെ അതിനെക്കാട്ടി രസം എന്താ വെച്ചാൽ എനിക്ക് തോന്നുന്നു ഇവിടെ ഇവിടെ ഇന്ന് ഇപ്പോൾ ഊബറുകാരില്ല എന്ന് തോന്നുന്നു. ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ എത്തുന്നതിന് മുന്നേക്ക് 2 വട്ടം അടിച്ചു. ഒരു 7 മിനിറ്റും ഒരു 8 മിനിറ്റും ഡിസ്റ്റൻസ് കസ്റ്റമർ നിൽക്കുന്നത്. ഒന്നൊരു 200 സംതിങ്, ഒന്നൊരു 100 സംതിങ്ങും. അപ്പോൾ എന്തായാലും ഓട്ടം ഉണ്ടെന്ന് വിചാരിക്കുക. എന്തായാലും ഭക്ഷണം കഴിച്ചിട്ട് ഓണാക്കി നോക്കാം എന്താ അവസ്ഥ എന്നുള്ളത്. അപ്പം എന്നാൽ ഓക്കെ ഗായ്സ്, നോക്കിയിട്ട് പറയാം. അല്ല, കഴിച്ചിട്ട് വരാം. അപ്പോൾ ഹായ് ഗായ്സ്, അപ്പോൾ നേരെ അവിടുന്ന് ഭക്ഷണം കഴിച്ച പാടെ തന്നെ നമുക്ക് ട്രിപ്പ് കിട്ടി കളമശ്ശേരി ഭാഗത്തേക്ക് വരും. അപ്പോൾ അതിൻ്റെ അടുത്ത് തന്നെ ആ മാമംഗലം റോഡിലാണ് ഞാൻ സ്ഥിരമായിട്ട് സർവീസ് ചെയ്തിരുന്ന സെൻറ്റർ. അപ്പോൾ നേരെ വിട്ടു അങ്ങോട്ട് സർവീസ് ചെയ്യാം. എന്നപ്പോൾ അവിടെ നിന്ന് കാണാം. അങ്ങനെ കറുകപ്പള്ളിയിൽ നിന്ന് നേരെ പാലാരിവട്ടത്തേക്ക് വരുന്ന റൂട്ടുണ്ടല്ലോ, മാമംഗലം ഒരു ചെറിയ ഗ്യാപ്പ് റോഡാണ്. ആ റൂട്ടിൽ കൂടി നേരെ വന്നാലാണ് നമ്മൾ ഈ സർവീസ് സെൻ്റർ ഉള്ളത്. അത്യാവശ്യം നല്ല വൃത്തിക്ക് സർവീസ് ചെയ്ത് തരാൻ അറിയുന്ന ഒരു സെൻ്ററാണത്. ഞാൻ ചെന്നപ്പോൾ കസ്റ്റമേഴ്സും കുറവാണ്, പിന്നെ ആളും കുറവാണ്, ജോലിക്കാരും കുറവാണ്. അവരൊക്കെ നാട്ടിൽ പോയതാണെന്നാണ് മൂപ്പര്. ആ വൈറ്റ് ഷർട്ട് ഇട്ട ആളാണ് ഇതിൻ്റെ ഓണർ. മൂപ്പര് മലയാളി ആയതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. എന്തെങ്കിലും സർവീസിന് എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടെങ്കിൽ മൂപ്പരോട് നേരിട്ട് പറയാം. നമുക്ക് മലയാളി ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ നമുക്ക് കഴിയും. പിന്നെ സർവീസ് പ്രത്യേകിച്ചൊന്നും പറയാനില്ല, അത്യാവശ്യം നല്ലതാണ്. 5-ലൊരു 4.5 കൊടുക്കുക. ഒരു 5% എന്ന് വെച്ചാൽ എവിടെയെങ്കിലും എന്തെങ്കിലും വിട്ട് പോകുക എന്തെങ്കിലും ചെയ്താൽ അങ്ങനെ പോട്ടെ. 5-ൽ 4.5 എന്ന് പറഞ്ഞത് ചെറിയൊരു റേറ്റിംഗ് ഒന്നും അല്ലല്ലോ. അത്യാവശ്യം നല്ല വൃത്തിക്ക് തന്നെ വണ്ടി ഇറക്കി. തൊട്ട് അപ്പുറത്ത് തന്നെയാണ് നമ്മുടെ റൂം, സ്റ്റേഡിയത്തിൻ്റെ അടുത്തുള്ള. ഇതിൻ്റെ ഇടയിൽ കൂടി കുറേ ചെറിയ ചെറിയ ഗ്യാപ്പുള്ള റോഡുകളുണ്ട്, ചെറിയ ചെറിയ റോഡുകൾ. അപ്പോൾ അതിൽ കൂടി മെല്ലനെ റൂമിലേക്ക് പോവുകയാണ്. ഇനിയിപ്പോൾ ഉച്ചയായി, ഭക്ഷണം കഴിച്ചിട്ട് ഇറങ്ങുന്നുള്ളൂ. അപ്പം എന്നാൽ ഓക്കെ ഗായ്സ്, കാണാം. അങ്ങനെ ഇന്നലെ ആ പോക്ക് നേരെ പോയിട്ട് റൂം പോയി കടന്നുറങ്ങി ഗായ്സ്. അങ്ങനെ ഉച്ചൻ്റെ ശേഷം ഇറങ്ങിയില്ല. ഞാൻ എണീറ്റപ്പോൾ തന്നെ ഏകദേശം 5 മണിയായി. തലേദിവസം ട്രിപ്പൊക്കെ പോയതല്ലായിരുന്നു, അതിൻ്റെയൊക്കെ പോലെ ക്ഷീണം ഉണ്ടായിരുന്നു. അപ്പോൾ ഇറങ്ങാമെന്നൊക്കെ വിചാരിച്ചതാണ്. ഇപ്പോൾ ഈ വോയിസ് ഞാൻ പിന്നെ ഇപ്പോൾ കട്ട് ചെയ്തിട്ട് എക്സ്ട്രാ കയറ്റിയതാണ്. ഇന്നിപ്പോൾ ഇനി ഓടാം. ഇന്ന് ഓടിയിട്ട് എന്താ അവസ്ഥ എന്നുള്ളത് നോക്കിയിട്ട് ഞാൻ പറയുന്നുണ്ട്. ഓക്കെ, ബൈ ഗായ്സ്.